എൻ പ്രശാന്ത് IAS സസ്പെൻഷൻ വീണ്ടും നീട്ടി 6 മാസം കൂടിയാണ് സസ്പെൻഷൻ നീട്ടിയത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് ഉത്തരവിറക്കി. 1 വർഷം മുൻപാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, സസ്പെൻഷൻ നീട്ടിയതിന്റെ കാരണം എന്താണ്? സസ്പെൻഷൻ നീട്ടിയതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. പുതിയ അച്ചടക്ക നടപടി തുടങ്ങുന്നു എന്ന് കേന്ദ്രത്തിന് ചീഫ് സെക്രട്ടറി അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ കാലാവധി നീട്ടി വീണ്ടും ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 6 മാസത്തേക്ക് കൂടിയാണ് എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ നടപടി നീട്ടിയിരിക്കുന്നത്. അതുപ്രകാരം അടുത്ത മെയ് വരെ വീണ്ടും സസ്പെൻഷൻ നടപടിക്രമങ്ങൾ നീളും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യം 1 വർഷം സസ്പെൻഷൻ നടപടി പൂർത്തിയാകുന്നതിന്റെ തലേ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ അച്ചടക്ക നടപടി എന്ന തരത്തിലേക്ക്, സസ്പെൻഷൻ എന്ന തരത്തിലേക്കുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഗോപാൽ, A ജയതിലകിന്റെ നേരെ അദ്ദേഹത്തിന് ഈ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം ഇട്ടയാളാണ് എൻ പ്രശാന്ത്. എൻ പ്രശാന്തിന്റെ പ്രതികരണം എന്തെങ്കിലും വരുന്നുണ്ടോ ഫേസ്ബുക്കിലോ മറ്റോ? ഈ ഘട്ടത്തിൽ എൻ പ്രശാന്തിന്റെ പുതിയ ഫേസ്ബുക്ക് പ്രതികരണം ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം തന്റെ സസ്പെൻഷന്റെ 1 വർഷത്തിന്റെ കാര്യമൊക്കെ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രശാന്ത് IAS ഇട്ടിരുന്നു. സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ A ജയതിലക് ചീഫ് സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ധനവകുപ്പ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രൂക്ഷമായ വിമർശനം ഫേസ്ബുക്കിലൂടെ എൻ പ്രശാന്ത് IAS മുന്നോട്ട് വെച്ചത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയായിരുന്നു അധിക്ഷേപ പരാമർശം എന്ന പശ്ചാത്തലത്തിൽ എൻ പ്രശാന്തിന്റെ സസ്പെൻഷന് കാരണമായതും. പിന്നീട് പല ഘട്ടങ്ങളിലായി പലതവണ പ്രശാന്തിന് സസ്പെൻഷൻ നീട്ടുകയുണ്ടായി. നീട്ടിയ ഘട്ടങ്ങളിലൊക്കെ എല്ലാം തന്നെ തന്റെ പ്രതികരണം എന്നോണം ഫേസ്ബുക്കിൽ കൃത്യമായിട്ടുള്ള വിമർശനങ്ങളും എതിർപ്പുകളും എല്ലാം പ്രശാന്തിന്റെ പ്രതികരണം വരുന്നു എന്ന് നോക്കാം. എന്തായാലും 1 വർഷമായി സസ്പെൻഷനിലാണ് എൻ പ്രശാന്ത് IAS. ഇപ്പോൾ കാരണം എന്തെന്ന് വ്യക്തമല്ല. അടുത്ത നടപടിയുടെ തുടക്കം എന്ന് കരുതാം.